എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും രസം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇനി മുതൽ ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൈപ്പിടി അളവിൽ പരിപ്പ് കഴുകി കുതിർത്തി വെച്ചതാണ് കേട്ടോ. പരിപ്പ് നിർബന്ധമില്ല രസം വയ്ക്കുമ്പോൾ, പക്ഷെ ഒന്ന് നല്ല കട്ടി കിട്ടാനാണ് ഇപ്പോൾ നമ്മൾ പരിപ്പ് ഇട്ടിരിക്കുന്നത്. കുറച്ചേ പാടുള്ളൂ, അധികം പാടില്ല. അതിലേക്ക് 2 വലിയ തക്കാളി കഴുകി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒരുപാട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ പച്ചമുളകായാലും ഒരു 2-3 ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ തക്കാളിയും പരിപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും. പരിപ്പ് കുതിർന്നതായതുകൊണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ നമ്മുടെ രസത്തിലേക്ക് മെയിനായിട്ടുള്ള സാധനമാണ് വെളുത്തുള്ളി, 3/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ അളവ് ജീരകം. വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ അളവ് ഇനിയും വേണം കൂട്ടിയെടുക്കുക. പക്ഷേ ഇത്രയെങ്കിലും എന്തായാലും ഉപയോഗിക്കണം. കാരണം നമുക്ക് രസം എന്ന് പറയുമ്പോഴേ നമ്മുടെ ഈ വെളുത്തുള്ളിയും കുരുമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കൂടുതൽ വേണം. പിന്നെ കുറച്ച് പുളി ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിലടിച്ചപ്പോഴേക്കും നമ്മുടെ തക്കാളിയും പരിപ്പും ഇവിടെ വെന്തിട്ടുണ്ട്. അത് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങനെ പേസ്റ്റ് രൂപത്തിലൊന്നും തക്കാളി വേവണമെന്നില്ല. ഇടയിൽ കൂടെ ഇങ്ങനെ കഷ്ണങ്ങളായി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പൊക്കെ. അപ്പം നമുക്കിത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്തെണ്ണ വേണം ഒഴിക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഉലുവയുടെ പൊടി ഇടുമ്പോൾ തിളയ്ക്കുമ്പോഴേ ഇടാൻ പാടില്ല. എണ്ണയിലിടരുത്, കരിഞ്ഞു പോകും. അതൊന്ന് മൂത്ത് വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുരുമുളക് എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, കരിയാതെ. വെളുത്തുള്ളി കുരുമുളക് ജീരകം ഇതൊക്കെ എത്ര കൂട്ടിയിട്ടാലും രസം നല്ലതാണ് കേട്ടോ. നമ്മുടെ വയറിന് ദഹനമൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ പനിയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ ഇതേപോലെ രസം ഉണ്ടാക്കിയിട്ട് ചോറിനാൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പരിപ്പും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു രസമാണ്. രസപ്പൊടി ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല. ഇനി നമുക്ക് അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഞാനൊരു 2 വാളം പുളിയോളം എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ രസം ഉണ്ടാക്കുന്നുണ്ട്. പുളിപ്പിന് വേണ്ടിയിട്ടാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ രസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. പുളി ചേർക്കാൻ മറക്കരുത്, കാരണം പുളിപ്പ് വേണം. തക്കാളിയുടെ പുളി മാത്രം പോരാ രസം വയ്ക്കുമ്പോൾ. നമ്മുടെ രസം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇലയും മല്ലിത്തലയും ഇടാൻ മറക്കരുത്. അപ്പോൾ രസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ രസം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇടാറില്ല. നമ്മുടെ നാട്ടിൽ നല്ല ശുഭകരമായ വാർത്തകളൊന്നുമല്ലല്ലോ. നമ്മുടെ നാട്ടിലാണല്ലോ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷമത്തിലൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടണമായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അടിപൊളി രസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടാറ്റ.